ഹലോ ഗായ്സ്, അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വാച്ച് സീരീസ് 6-ൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഒരു തുടക്കം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആദ്യം തന്നെ കാണാം. ആപ്പിളിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലായിട്ടൊരു കവറിനകത്ത് എനിക്ക് തോന്നി ഇതിനകത്ത് നമ്മുടെ സ്ട്രാപ്പായിരിക്കും. സ്ട്രാപ്പ് ഇതെങ്ങനെ തുറക്കും പണ്ടാറും. ഓക്കെ, ഇങ്ങനെ ഞങ്ങൾ തുറന്നു പതുക്കെ പതുക്കെ തുറന്ന് എടുത്ത് നോക്കട്ടെ. ഇത് വരുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിത് തുറന്നെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാറ്റലോഗ് പോലെ എന്തൊക്കെയോ ശരി. ഓക്കെ, നമ്മുടെ സ്ട്രാപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വൈറ്റ് കളർ സ്ട്രാപ്പാണ് എടുത്തത്. കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കൂട്ടുകാരുടെ കൈ ചെറിയ കൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ സ്ട്രാപ്പുകൾ എടുത്തു, വലുതിൽ നമുക്ക് മാറ്റി വെച്ചു. അങ്ങോട്ട് മാറിയിരി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ നമ്മൾ ഡയൽ എടുക്കണമല്ലോ. ഡയലാണല്ലോ കാണേണ്ടത്. ഓക്കെ, നമ്മുടെ ഈ ബോക്സിൽ പല പല കളറുകൾ കൊടുത്തിട്ടുണ്ടോ, ഇതിൻ്റെ ഏതൊക്കെ കളറിൽ വരില്ലാത്തായിരിക്കണം ഇത്. അതുകൊണ്ട് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി അങ്ങോട്ട് ഇതും തുറന്നു നോക്കാം. ഒട്ടടേ, ഇതിനകത്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. പലരും പറഞ്ഞിട്ടുണ്ട് ഇത് തുറന്നുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവുന്നു. നോക്കി നോക്കാം എന്തായാലും. അയ്യോ, യെസ്, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊന്നും ഞെക്കിയില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആപ്പിളിലെ ചിഹ്നമൊക്കെ വന്ന് സാധനം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് സ്ട്രാപ്പുകൾ ഇടാം. സ്ട്രാപ്പ് വന്നിട്ട് എങ്ങനെയാണെന്ന് വലിയ കറക്റ്റായിട്ട് പെടുത്തുന്നില്ല. ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഓക്കെ, ആദ്യം സ്ട്രാപ്പ് വന്ന് കയറി. ഓക്കെ, ഡൺ. ഓക്കെ, ഇനി അടുത്ത സ്ട്രാപ്പ് കയറ്റണം. വെരി സെറ്റ്. ഓക്കെ, ഈ സ്ട്രാപ്പ് ഒന്ന് കയറ്റി നോക്കാം. ഇങ്ങനെ ഇല്ല വരാ. ഓക്കെ, ഇങ്ങനെ തന്നെ കയറ്റി വീട് തന്നെ. ഓക്കെ, കയറൂ പതുക്കെ. ഓക്കെ, യെസ്, നമ്മൾ ആ ഒരു ഇതും കൂടി കയറ്റി വെച്ചേക്കാണ്. ഇനി ഇത് പതുക്കെ കയ്യിൽ വെച്ച് കിട്ടി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മളിനി റീജിയണും കാര്യങ്ങളൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് പതുക്കെ വരാം കേട്ടോ. അപ്പോൾ എന്തെല്ലാം ബാക്കിയുള്ളത് കാര്യങ്ങൾ പിന്നെ ഞാൻ തരാം കേട്ടോ. സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യണമെന്നുള്ളതും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമ്പോൾ ഞാൻ ഫോണൊക്കെ ആയിട്ട് പെയർ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യം നമുക്കിത് കാണാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വയറിൽ ചാർജറും വേറെ വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഇതിൻ്റെ കൂടെ കാണാനൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ആപ്പിൾ വാച്ചിൽ നമ്മൾ അൺബോക്സ് ചെയ്ത് സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫേസുകളൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി ഫേസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത നല്ലൊരു ആനിമേഷൻസൊക്കെ വന്നിട്ടുള്ളൊരു ടൈപ്പിലൊരു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ഇത് ഫേസുകളൊക്കെ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പോയി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി ഇപ്പോൾ ഇത് സ്ക്രോളിങ്ങിനൊക്കെ കുറച്ചും കൂടി സ്മൂത്തായ പോലെ ഉണ്ട്. പിന്നെ നമുക്ക് വാട്സപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെ തന്നെ. അടുത്തായിട്ട് ആപ്പിൾ വാച്ചിൽ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യൽ. അപ്പോൾ നമുക്ക് അതൊന്നും ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 15 സെക്കൻഡിലാണ് നമുക്ക് ബ്ലഡിൽ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, കാണുന്നുണ്ട് 987 അങ്ങനെ കാണുന്നുണ്ട്. നല്ലൊരു ബ്ലഡിൻ്റെ ഒക്കെ ഒരു എന്തോ ഇങ്ങനെ ഓക്കെ, ഇതുകൊണ്ട് ഇപ്പോൾ 210. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ 99% കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ECG ചെക്ക് ചെയ്യലും കൂടി ഓപ്ഷൻ വന്നിട്ടുണ്ട്. ECG ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആപ്പ് ഓപ്പൺ ആക്കി നമ്മുടെ ഈ സ്ക്രോളിംഗ് ബട്ടൻ്റെ ക്രൗണിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ വിരലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ വിരലിൻ്റെ ഇതിൽ നിന്നാണ് ഒരു ഹാർട്ട് ബീറ്റ് എടുക്കണമെന്ന് തോന്നുന്നു. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ല. ഇതിന് ടോട്ടലി 25 സെക്കൻഡോളം നമുക്ക് പറയുന്നുണ്ട്. 18, 17 ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ഇതുപോലെ പോകുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു ആപ്പിൾ കറക്റ്റായിട്ട് എഴുതി പറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ വാച്ച് ഈസ് നെവർ ചെക്ക് ഫോർ ഹാർട്ട് അറ്റാക്സ്. ഇനി ആപ്പിൾ വാച്ച് മേടിച്ചിട്ട് എൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്നതിന് മുൻകൂട്ടി ആരും ഒന്നും പറയാൻ നിൽക്കണ്ട, ആരും മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ECGൻ്റെയും റിസൾട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അവിടെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ അതിൽ ആപ്പിൾ വാച്ച് കനോട്ട് ബി അവർ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ കോൾ എമർജൻസി സർവീസ് എന്നൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡൺ. ഇത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ECG എന്ന് പറയുന്ന സംഭവം കാണിക്കാനുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ നോക്കാണ്ടുണ്ട്. ഇതിൻ്റെ സീരീസ് 5 വെച്ചിട്ട് ഇതിൻ്റെ കോളിംഗ് ക്ലാരിറ്റി എന്തോരം ഇതായിട്ടുണ്ട് നമുക്ക് നോക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അതിനുണ്ട് ഞാനൊരു ഫ്രണ്ടിനോട് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ വിളിക്കും. ഹലോ, ക്ലിയർ ആയിട്ട് കേൾക്കണ്ടോ നമുക്ക്? കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കോളിംഗ് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. അങ്ങോട്ടൊരു നമ്മൾ പറയുന്നത് സുഖമായിട്ട് കേൾക്കുന്നതൊക്കെ ഉണ്ട്. കോളിംഗ് ക്ലാരിറ്റിനൊന്നും പറയാനില്ല, അതൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഉണ്ട്. അത്
അപ്പം നമുക്ക് വോയിസിൻ്റെ കാര്യത്തിലൊന്നും പറയാനൊന്നുമില്ല, വോയിസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 6-ൽ. ഇത്രയൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് വരുന്നത്. ഇതിന് കൂടുതൽ വലിയ ഓപ്ഷൻസ് എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. സീരീസ് 5-നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓക്സിജൻ ലെവലും അതുപോലെ വാഷിങ്ങിൻ്റെ ഇതും കുറച്ച് ഓപ്ഷൻസ് കൂടിയിട്ടുണ്ട്. പ്രൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീരീസ് 5-ൻ്റെ ഓൾമോസ്റ്റ് ഒക്കെ സെയിം പ്രൈസിനാണ് ഇതിനും വരണേ. അപ്പോൾ എന്തായാലും കൊള്ളാം, അടിപൊളി. ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ആപ്പിൾ വാച്ച് നല്ലതാണ്, യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് മേടിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ വീഡിയോ കാണാത്തവർ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക. പിന്നെന്താ, നിങ്ങൾ എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് അത്ര വലിയ സൂപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല. എന്തായാലും എന്തെങ്കിലുമൊക്കെ ഉള്ളതുപോലെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നവരേക്കും എല്ലാവർക്കും കാണാം. ബൈ ബൈ.